സ്ട്രോബെറി ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമാണോ എന്നുവെച്ചാൽ ഹെഡിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കടിക്കാൻ ഈ മുറിച്ച് തിന്നുന്നതിനേക്കാളും എത്രയോ ടേസ്റ്റാണ് ഇങ്ങനെ കടിച്ച് തിന്നാൻ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മഫിൻ പോലെ ഒരു സാധനം ചെയ്തത്. ഞാൻ അന്നേരം പറഞ്ഞിരുന്നു ഇതിന് കുറേ വെറൈറ്റി ഓഫ് സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു സ്നാക്ക് എന്നുള്ള മെത്തേഡിൽ ഞാനിപ്പോൾ ചിക്കണിനെ കൊണ്ട് അതേ ബേസിൽ ആ ബേസ് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. അതേ ബേസിൽ ചിക്കൻ്റെ ഒരു മിക്സിങ്ങോട് കൂടി നമുക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ആ ചിക്കൻ്റെ മസാലയൊക്കെ നമുക്കിപ്പോൾ ഇവിടുന്ന് ചെയ്യാം. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോ ലെങ്ത് ആവേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഈ പുതിയൊരു എപ്പിസോഡ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഇപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇതാ കോഴി പിന്നെ ബോൺലെസ് പീസ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഹാഫേ യൂസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ തൈ പീസും എടുത്തിട്ടുണ്ട്. തൈ പീസും കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനെ നല്ല ചോപ്പ് ചെയ്തെടുക്കുക. സൈസ് വേണമെന്നില്ല, എന്ന് വെച്ചാൽ മാക്സിമം ചെറുതാക്കി എടുക്കുക. എന്തിനാന്ന് പറഞ്ഞാൽ നമുക്കിത് മിക്സിയിലിട്ടാണ്, പക്ഷേ മിക്സിയിലിടുന്നതിന് മുമ്പ് മാക്സിമം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇത് ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു പോയി, കുറച്ചും കൂടെ വേണം. ഞാൻ എന്തായാലും ഈ പിന്നെ ഇതെന്തിനാണ് ബ്രസ്റ്റ് പീസും അതേപോലെ തന്നെ തൈ പീസും എന്തിനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ആ ഒരു ടെക്സ്ചർ ഇതിലേക്ക് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഒന്നിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്, മറ്റേ തൈ പീസിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്കിത് മിക്സി എടുക്കാം. മിക്സിയിലേക്ക് ഇതൊന്നിടാം. മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒറിഗാനോ ഉണ്ട്, അതേപോലെ തന്നെ ബ്ലാക്ക് പെപ്പർ ഉണ്ട്. ഇതിനാലിപ്പോൾ ബ്ലാക്ക് പെപ്പർ ഇതിലേക്ക് ആഡ് ചെയ്യാണ്, 1 ടീസ്പൂൺ ഇട്ടു. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, ബ്ലാക്ക് പെപ്പർ ഇത്തിരി കൂടെ വേണം കേട്ടോ. ഇതൊരു ടീസ്പൂൺ ഇട്ടു. ബ്ലാക്ക് പെപ്പർ കുറച്ചും കൂടെ ഇടുന്നുണ്ട്, എന്നുവെച്ചാൽ കുറച്ച് സ്പൈസി വേണം. അത് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഇടാം. ഇവരെ ഇട്ടിട്ടില്ല. പിന്നെ ഒറിഗാനോ, പിന്നെ ഉപ്പ് കുറച്ചേ ഇടുന്നുള്ളൂ, ഒരു പൊടിക്ക്. എന്താ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്തതിൽ ഉപ്പുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കണം. ഞാൻ ആദ്യം കരുതിയത് ഇത് ആക്ച്വലി നമ്മളെ പാനിൽ കുക്ക് ചെയ്തിട്ട് ഒരു 70% കുക്ക് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ പ്ലാന് മാറ്റിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ നമുക്ക് ബൈറ്റ്സിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യട്ടെ. തുറന്നു നോക്കട്ടെ. യെസ്, ഓക്കെ. ഇനി ഇത് നമുക്കൊരു പിന്നെ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ച കഴിഞ്ഞ റെസിപ്പിയിൽ കണ്ട ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിനായിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇത് പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിൻ്റെ മിക്സ് എങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നു. ഇതാ കണ്ട, അടിപൊളി സാധനമായിരുന്നു. ഇത് ഒന്ന് പിന്നെ ഇതിലേക്ക് അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ ചിക്കനിലേക്ക് ഇത്തിരി ഉപ്പ് കുറക്കാം, ഓൾറെഡി ഇതിൽ ഉപ്പുള്ളത് കൊണ്ട്. അപ്പോൾ ഇത് ഈ കണ്ട ഈ മിക്സ് കണ്ട, ഈ ടെക്സ്ചർ ഉണ്ടല്ലേ, ഇതാ കണ്ട അതിൻ്റെ ആ ടെക്സ്ചർ ഉണ്ട്. ഇതിങ്ങനെ ഇനി ഇതിലേക്ക് നമ്മളെ കോഴി ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം കരുതി നമ്മളെ ട്രേയിൽ നമ്മുടെ ഇങ്ങനത്തെ ഈ ബേക്കിംഗ് ട്രയലാണ് ചെയ്യുന്നത്. ഈ ട്രയൽ ആദ്യം ഇതൊരു കുറച്ച് സ്പൂൺ ഇട്ടിട്ട് കുറച്ച് മസാല ഇട്ട് എന്നുവെച്ചാൽ ചിക്കൻ്റെ മസാല ഇട്ടിട്ട് ഇതിങ്ങനെ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമുക്ക് ടോട്ടലി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് പിന്നെ അത് ഒന്ന് പിന്നെ ഫുൾ ഒന്നിച്ച് തന്നെ കുക്കായിക്കോട്ടെ. വേണമെങ്കിൽ 2 പാർട്ടായിട്ട് ചെയ്യാം. ഈ 2 വേറെയും ഈ 2 വേറെയും. എന്നിട്ട് അതിൻ്റെ റിവ്യൂ പറയാമല്ലോ, അതല്ലേ അങ്ങനെ ചെയ്യാം അല്ലേ. 6 വേറെയും 6 വേറെയും. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, 6 ആദ്യത്തെ ഇതിന് ബട്ടർ കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് വെക്കാം. ബട്ടർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, 6 ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ബട്ടർ. ഇനി ഇത് കുറച്ച് ഒരു സ്പൂണിൽ കുറച്ച് മാത്രം ഇടാം. ഞാൻ കുറച്ച് എല്ലാത്തിൻ്റെയും കുറച്ച് മാത്രം ഇടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു സ്പൂൺ എടുക്കാം. സ്പൂൺ എടുത്തിട്ട് ഞാനൊരു സ്പൂൺ എടുക്കട്ടെ. നമ്മുടെ ചിക്കൻ ഇത് ഞാൻ കുറച്ച് സ്പൂൺ കൊണ്ട് ഇതിങ്ങനെ കോരുന്നുണ്ട്. അത് ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിൽ കുറച്ച് മൊസറല്ല ചീസ്. എന്നുവെച്ചാൽ ഇതിൻ്റെ റെസിപ്പി പക്ക നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ മറന്നുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്ന മൊസറല്ല ചീസാണേ. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ കുറച്ച് ഇടുന്നുണ്ട്. ഓക്കെ,
ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ, ഈ 6 ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി 6 നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യുന്നത് കാണിക്കാം. അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യുന്നത്, ഓവൻ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാനുണ്ട്. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 25 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഒരു 10 മിനിറ്റ് ഞാനത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 200 ഡിഗ്രിയിലാണ് കേട്ടോ, 200. അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ അതിലേക്ക് ഇടുകയാണ്. നന്നായി മിക്സ് ചെയ്യണം. നല്ല ഇങ്ങനെ വെള്ളം കുറവാണ്, വെള്ളം കുറവ് നല്ല തന്നെയാണ്. വെള്ളം കുറഞ്ഞത് നല്ല ഡ്രൈ ആയിട്ടാണ് ചിക്കൻ എടുത്തത്. അതുകൊണ്ട് എന്നുവെച്ചാൽ കുറയുന്നവരും നമുക്ക് ആ മിക്സിങ് നന്നാവും, പക്ഷെ കുറച്ച് ടൈറ്റ് പോലെ തോന്നും. അപ്പോൾ ഒരു ഫോർക്ക് എടുക്കാം. ഇതാ ഞാൻ ഇതിനകത്തുനിന്ന് ഇളക്കുന്നത് പോലെ ഇളക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതാ കണ്ടില്ലേ, ഇത് നല്ല ചുയ്യായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കാം, എല്ലാം ഒരു പരീക്ഷണത്തിൽ ചെയ്യുന്നതാണല്ലോ. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നുണ്ടാവുമല്ലോ. പിന്നെന്താ വേണ്ടത്, ഇതിൽ മൊസറല്ല കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് മൊസറല്ല നമുക്ക് ഇട്ട് കൊടുക്കാം. മതിയോ? ആദ്യം നമ്മൾ ഓൾറെഡി ഈ മിക്സിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പക്ക അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വെച്ചിട്ടാണ് അത് പിന്നെയും ഇതിൽ കാണിക്കാതിരുന്നത്. ഇനി നമുക്ക് ഇതിൽ ബട്ടർ കൊടുക്കാം. ഇതിൽ ബട്ടർ കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ ഇതിൽ നല്ല ചിക്കൻ്റെ ബൈറ്റ്സ് ഉണ്ടാവും. ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ, മറ്റേതിനേക്കാളും. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇനി ചെറിയൊരു മാർക്ക് വേണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ചെറിയ ഇതാ മാർക്കല്ല, ഒരു ഭംഗിക്കൊണ്ടിട്ടാണേ. നമ്മളെ റോസ്മേരി ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കുകയാണേ. ഓക്കെ, അപ്പോൾ ഓവൻ ഏകദേശം പ്രീ ഹീറ്റ് ആകുന്നുണ്ട്. നമ്മൾ സാധനം എല്ലാം സെറ്റാണ്. ഇതാ കണ്ടില്ലേ, 2 ഡിഫറെൻറ്റ് സാധനം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞത് നല്ല സക്സസ് ആയിരുന്നു, അടിപൊളി സാധനമാണ് കഴിഞ്ഞ പ്രാവശ്യത്തത്. ഇതിൽ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇതിൽ ചിക്കൻ ഫില്ലിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്. കിഡു ആയിട്ടായിരുന്നു, സൂപ്പർ ആയിട്ടായിരുന്നു. ആ ചൂടോടെ കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓക്കെ, നമുക്കെന്താ ഇത് ഓവനിലേക്ക് ഇടാം. വാ. നമ്മൾ 25 മിനിറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിൽ ഇട്ട സമയത്ത് ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങനെ ഉണ്ട് ഷൂട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞപ്പോൾ 2 ആൾ കയറി വന്നതാണ്. ഇത് എൻ്റെ കെട്ടിയോള് വളരെ ക്ലോസ് ഫ്രണ്ട് അനു. രണ്ടും ചിരി ഏകദേശം സെയിമാണ്. എന്ന് പറഞ്ഞാൽ ഭൂലോക ബഹളമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും 2 സാധനമാണ്. എന്താ സാധനം ഒന്നും അവർക്കറിയില്ല. ഇത് ചിക്കനാണ്, ഇതും ചിക്കനാണ്. പക്ഷെ മെത്തേഡ് ഓഫ് കുക്കിംഗ് 2 എക്സ്പെരിമെൻറ്റിൽ കാണിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇതും ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ. പക്ഷെ ഇവിടെ കയറുമ്പോൾ എന്നോട് പറഞ്ഞ് ഒരു ചോദ്യം ചോദിക്കരുത്, എൻ്റെ ഇൻഗ്രീഡിയൻസ് ചോദിക്കരുത്. മഹാഭാവി. ഒരു സാധനം ചോദിക്കൂലെങ്കിൽ വീഡിയോയിൽ നിൽക്കാറ്. പക്ഷെ വീഡിയോയിൽ അങ്ങനെ ഇവർ അറിയാണ്ട് പെട്ടുപോയതാണ്. അങ്ങനെ നിൽക്കേണ്ട വന്നതാണ്. ഇതാ ഇത് വേറെയാണ് കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ അതിൻ്റെ ബൈറ്റ് അല്ല പൊട്ടിച്ച് കഴിച്ചാൽ മതി. ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു രീതി. ഇതാ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് കുറച്ച് സമയമായി. അപ്പോൾ തണുത്ത് പോയിട്ടുണ്ട്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഉണ്ട് ചിക്കൻ. ഇതിലെങ്ങനെയാന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും ചിക്കൻ ഫില്ലിംഗ് കൊടുത്ത്. അപ്പോൾ നമുക്ക് ഇത് ബൈറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ആ ചിക്കൻ്റെ ചുഴി കിട്ടുന്നുണ്ട്. എനിക്ക് അനുഷ ഇഷ്ടമായി അല്ലേ? ഇത് കഴിച്ചു നോക്കിയാ. ഇത് ചിക്കൻ അരച്ച് ഒക്കെ മിക്സ് ചെയ്തിട്ട് ചേർത്താണ്. ഇത് വേറെ ടേസ്റ്റ് ആണ്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തതിൻ്റെ അതേ ഇതാണ്. പക്ഷെ ഉള്ളിൽ ഇതെങ്ങനെയുള്ള ഫില്ലിങ്ങാണ് വരുന്നത്. ഇത് ചിക്കൻ കണ്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യുന്നതിൽ നല്ല ഇതല്ലേ? ഏതാ നിങ്ങളെ സജഷൻ ഏതാ? ഏത്? എനിക്കിതാ ഇഷ്ടമായതല്ലേ? അതാണ് അല്ലേ, 2 ഇഷ്ടമായത്. അപ്പോൾ ഞാനിതിൻ്റെ
ഇതാ ഇതിപ്പം നേരത്തെ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തതിൻ്റെ അകത്ത് ഫില്ലിങ് കൊടുത്ത രീതിയിലാണ് ഇതിപ്പോൾ ചെയ്തത്. അതൊന്ന് കഴിച്ചു നോക്കട്ടെ, ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കിത് ഇഷ്ടമാണ് കാരണം കൂടുതൽ റോസ്മേരി ഫ്ലേവർ ഒന്നും ഉണ്ടല്ലോ. ഒരു ബൈറ്റ് നോർമൽ ആണ്. അനുവിന് കൂടുതൽ ചിക്കൻ്റെ ബൈറ്റ്സ് കിട്ടിയുണ്ട്. ഇപ്പോൾ രണ്ട് രീതിയിൽ 2 തരം ആൾക്കാർക്ക് 2 ടേസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. വളരെ ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസി, ഓവൻ ഉണ്ടാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ ആദ്യമായിട്ട് കണ്ട സാധനം ആദ്യമായിട്ട് വീഡിയോയിൽ വന്നു. അപ്പോൾ എല്ലാവരും നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. അടുത്ത എപ്പിസോഡിൽ ഇവർ കയറുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.